തങ്ങൾ പറയാണ് ഈ എല്ലാ സുഖങ്ങളുള്ള ഈ എല്ലാ അനുഭൂതികളുള്ള അനുഗ്രഹങ്ങളുള്ള ഈ സ്വർഗത്തിലേക്ക് സ്വർഗത്തിന്റെ വാസന പോലും അവർക്ക് ലഭിക്കില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അതിൽ ഒരുപാട് ആളുകളെ എണ്ണിയിട്ടുണ്ട്. ചിലത് പറയട്ടെ. ഒന്നാമത്തേതാരാണ്? ഒന്നാമത്തത് കള്ളു കുടിക്കുന്ന ആള്. വലാ മുദ്മിനു ഖംറിൻ ലം യദ്ഖുലിൽ ജന്ന. കള്ളുകുടിയന് സ്വർഗത്തിൽ കടക്കൂലെന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ വാസന പോലും അവനിക്ക് ലഭിക്കില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. രണ്ടാമത്തേതാരാണ്? കുടുംബബന്ധം മുറിക്കുന്നവരുണ്ടോ? കുടുംബത്തോട് ചൊടിക്കുന്നവരുണ്ടോ? കുടുംബത്തിൽ പിണങ്ങുന്നവരുണ്ടോ? അവനിക്ക് സ്വർഗമില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു കാര്യം പറയട്ടെ. ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ പെങ്ങന്മാരെ ഏതെങ്കിലും സലഫികൾക്കോ ഏതെങ്കിലും മുജാഹിദിനോ ഏതെങ്കിലും പുത്തനാശയക്കാർക്ക് കെട്ടിച്ചു കൊടുത്താൽ അത് കുടുംബബന്ധം മുറിച്ചവനെ പോലെയാണെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കൂല. ഇനി ആരാണ് സ്വർഗത്തിൽ കടക്കാത്തത്? സുബ്ഹാനല്ലാഹ്. അതാ നെയ്യാണിക്ക് താഴെ പാൻസിച്ച് വലിക്കുന്നവൻ, അഹങ്കാരത്തോട് നെയ്യാണിക്ക് താഴെ പാൻസിടുന്നവരുണ്ടോ? അവനും സ്വർഗത്തിന്റെ ഒരു വാസന പോലും അവനിക്ക് എത്തിക്കില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്തൊരു ഗൗരവമാണ്! അതുകൊണ്ടല്ലേ സക്കറാത്തിന്റെ കിടത്തത്തിൽ കിടക്കുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സക്കറാത്തിന്റെ കിടത്തത്തിൽ മദീനത്തെ പള്ളിയിൽ കിടക്കുമ്പോ ഒരുപാട് ജനങ്ങളെ കാണാൻ വരുന്നു, ഒരുപാട് ആളുകൾ കാണാൻ വരുന്നു. അപ്പോഴാണ് ആ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരന്റെ പാന്റ്, ചെറുപ്പക്കാരന്റെ വസ്ത്രം ശരിയാണിക്ക് താഴെ വീണതായി കാണുന്നു. ഉടനെ തന്നെ പറയാണ്, ആ സക്കറാത്തിന്റെ മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് അവിടുന്ന് പറയുന്നു, ഓ സഹോദരാ, നിന്റെ വസ്ത്രമൊന്ന് മേലോട്ട് ഉയർത്തണേന്ന്. വളരെ ഗൗരവമായ വിഷയമായത് കൊണ്ടല്ലേ മരിക്കുവാൻ പോകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും ആ സമയത്ത് ഉണർത്തിയിട്ടുണ്ടെങ്കിൽ ശരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിടുന്നവൻ സ്വർഗത്തിൽ കടക്കില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനിയും ഒരുപാട് ആളുകളുണ്ട്, സമയമില്ല. ഉമ്മാനെയും ഉപ്പാനെയും ബുദ്ധിമുട്ടാക്കുന്നവൻ, വെറുപ്പിക്കുന്നവൻ, തുടിക്കുന്നവൻ, ബഹുമാനിക്കാത്തവൻ അവനും സ്വർഗത്തിൽ പോകില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവരൊന്നും സ്വർഗത്തിൽ പോകില്ല അല്ലാഹു റഹ്മത്ത് ചെയ്തിട്ടല്ലാതെ. പക്ഷേ ആ സ്വർഗത്തിൽ പോകാൻ മുഅ്മിനീങ്ങൾ സ്വർഗത്തിൽ പോകുന്നു, മുത്തഖീങ്ങൾ സ്വർഗത്തിൽ പോകുന്നു. അപ്പോഴാണ് അല്ലാഹനെ കൊണ്ട് വിശ്വസിക്കാത്തവൻ, റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കാത്തവൻ, റസൂലുള്ള സാധാരണക്കാരനാണെന്ന് പറഞ്ഞവൻ അയ്യുഹൽ മുജ്രിമൂൻ, ഓ അവിശ്വാസികളെ മാറി നിൽക്കൂ, നിങ്ങൾക്കുള്ളതല്ല ഈ സ്വർഗം, മാറി നിൽക്കൂ എന്ന് പറഞ്ഞ് അവർക്കതാ കാണിക്കുന്നതേതാണ്? ജഹന്നമെന്ന നരകത്തെയാണ്, ആ ആഴമേറിയ നരകത്തെയാണ്, തീ കൊണ്ട് നിറക്കപ്പെട്ട നരകത്തെയാണ്. നിങ്ങളുടെ പാർപ്പിടം അതാണെന്ന് പറഞ്ഞ് അവരെ മുഴുവനും നരകത്തിലേക്ക് ഓടിക്കുകയാണ്. നരകത്തിലതാ അവരങ്ങ് കത്തി 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 തോലെല്ലാം മുരുകിപ്പോകുന്നു. വീണ്ടും ഒരു തോല് കൊടുക്കുന്നു, അതും മുരുകിപ്പോകുന്നു. വീണ്ടും ഒരു തോല് കൊടുക്കുന്നു. ശിക്ഷ കഴിയുന്നത് വരെ അവരതാ വീണ്ടും വീണ്ടും ശിക്ഷിക്കുകയാണ്. അപ്പോഴാണ് ശിക്ഷയിൽ സഹിക്കാൻ പറ്റാതെ നരകവാസികൾ പറയാൻ, ഓ മാലിക്കേ, ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്തണേ, ഞങ്ങളെ ഒന്ന് മേലോട്ട് ഉയർത്തണേ, ഞങ്ങളെ ഇരുമ്പുകളെ ഒന്ന് മാറ്റണേ, ഞങ്ങളെ ഒന്ന് മേലോട്ടിടണേ
അങ്ങനെ പറയുമ്പോഴാണ് സബാനിയാക്കൾ എന്ന മലക്കുകൾ പറയുന്നു, ഓ അടങ്ങടാ, നിങ്ങൾ അടച്ച്, നിങ്ങളുടെ നാവ് നിങ്ങൾ അടക്കടാ, ദുനിയാവിന് നല്ലത് ചെയ്യണേ, നിസ്കരിക്കണേ, നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറയുമ്പോ പരിഹസിച്ചില്ലേ, കളിയാക്കിയില്ലേ, നിങ്ങൾക്ക് വിജയമില്ലടാ എന്ന് പറഞ്ഞു അവരെ വീണ്ടും ശിക്ഷിക്കുകയാണ്. മാത്രമല്ല, ഞാൻ അവസാനിപ്പിക്കട്ടെ, ഒരു സംഭവം പറയട്ടെ. ആ നരകത്തിൽ ഒരു കൂട്ടരുണ്ട്, അവർക്ക് ഇങ്ങനെ സ്വർഗം കാണിച്ചു കൊടുക്കുകയാണ്. ആർക്കാണെന്നറിയുമോ? ദുനിയാവിനെ പരിഹസിച്ചവർക്ക്. മുതാലിമീങ്ങളെ പരിഹസിച്ചവരില്ലേ, ഉസ്താദുമാരെ പരിഹസിച്ചവരില്ലേ, നാടന്മാരെ പരിഹസിച്ചവരില്ലേ, അതാ അംഗവൈകല്യമുള്ളവരെ പരിഹസിച്ചവരില്ലേ, അതാ നിസ്സാരപ്പെടുത്തിയവരില്ലേ, കളിയാക്കിയവരില്ലേ, അതാ എന്തെല്ലാം വിളിച്ചവരില്ലേ, അവരൊക്കെ ഒരു നരകത്തിലിരിക്കുമ്പോ സ്വർഗത്തിന്റെ വാതിൽ അവരുടെ മുമ്പിൽ തുറക്കുകയാണ്. എന്നിട്ട് പറയുന്നു, നിങ്ങളതാ സ്വർഗത്തിലേക്ക് പോയിക്കോ. അവർ സ്വർഗത്തിന്റെ വാതിലിന്റെ അടുത്തെത്തുമ്പോ സ്വർഗം അങ്ങ് അടക്കുന്നു. അവർ നിരാശയോടെ നരകത്തിൽ പോകുന്നു. വീണ്ടും സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നു. വാ, സ്വർഗത്തിലേക്ക് വാന്ന് വിളിക്കുന്നു. സ്വർഗത്തിന്റെ വാതിലടക്കുന്നു. ഇങ്ങനെ പലവട്ടവും അവരെ സ്വർഗം പരിഹസിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു. ഇതാർക്കുള്ള ശിക്ഷയാണ്? ദുനിയാവിൽ പരിഹസിച്ചവർക്കുള്ള ശിക്ഷയാണ്. ഇനിയോ ഈ നരകവാസികൾ വിഷമിക്കുന്നൊരു രംഗമുണ്ട്. അത് തീയിൽ വീണപ്പോഴല്ല, പിന്നെപ്പോഴാണെന്നറിയുമോ? ഈ നരകവാസികൾ നരകത്തിൽ കടക്കുന്നതിന് മുമ്പ് അവർക്ക് സ്വർഗത്തെ കാണിച്ചു കൊടുക്കുന്നു, അതിന്റെ അനുഗ്രഹങ്ങളെ കാണിക്കുന്നു. എന്നിട്ട് അവരോട് പറയുന്നു, ഓടോ നരകത്തിലേക്ക് പോയിക്കോ. അങ്ങനെ അവർ നരകത്തിലേക്ക് പോകുമ്പോ റബ്ബിനോട് പറയാണ്, റബ്ബേ ഞങ്ങളെ ഒന്ന് നീ ഡയറക്റ്റായി നരകത്തിലിട്ടിരുന്നുവെങ്കിൽ എത്ര നല്ലായിരുന്നു, എത്ര നന്നായിരുന്നു. പക്ഷേ സ്വർഗത്തെ കാണിച്ചിട്ട് ഞങ്ങളെ വിഷമിപ്പിച്ചിട്ടല്ലേ നരകത്തിലിട്ടതെന്ന് നരകവാസികൾ പറയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, റഹ്മത്തിന്റെ പത്താണ്. റഹ്മത്തിന്റെ പത്ത് തീരാൻ പോവുകയാണ്. ഞങ്ങളെ നിസ്കരിച്ച നിസ്കാരം കൊണ്ടോ നോമ്പ് കൊണ്ടോ നാളെ സ്വർഗ്ഗത്തിൽ പോകാമെന്നോ വിജയിക്കാമെന്നോ പറയാൻ പറ്റില്ലല്ലോ. കാരണം എന്തേ? ഞങ്ങളോട് അല്ലാഹു പറഞ്ഞു, നിങ്ങളെ പടച്ചത് ആരാധിക്കാനാണ്. അല്ലാഹു പറഞ്ഞതിന്റെ ഒരു ബാധ്യതയല്ലേ നിസ്കാരം, ബാധ്യതയല്ലേ നോമ്പ്. നാളെ സ്വർഗത്തിൽ പോകണമെങ്കിൽ, അല്ലാഹു സ്വർഗത്തിലേക്ക് അയക്കണമെങ്കിൽ അവന്റെ റഹ്മത്ത് വേണ്ടേ, അവന്റെ കാരുണ്യം വേണ്ടേ, അവന്റെ കൃപ വേണ്ടേ? അത് ചൊരിഞ്ഞു തരാനുള്ള പത്താണ് റമളാനിന്റെ പത്ത്. തീരാൻ പോവുകയാണ്. അതുകൊണ്ട് എന്നും ചോദിക്കണേ, അധികരിപ്പിക്കണേ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. നിങ്ങൾക്കറിയില്ലേ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആരാണ്? എല്ലാ ദിവസവും ഒരു ഖതമോദിയ മഹാനല്ലയോ? റമളാനാകുമ്പോഴേക്ക് 2 ഖതം ഒരു ദിവസം ഓതി തീർത്ത മഹാനല്ലയോ? തഹജ്ജുദ് ഒഴിവാക്കാത്ത മഹാനല്ലയോ? ഖറാഅത്ത് പോലും ചെയ്യാത്ത മഹാനല്ലയോ? സുബ്ഹാനല്ലാഹ്. ഉസ്താദിന്റെ അടുക്കൽ പഠിക്കാൻ പോകുമ്പോ കിതാബ് മുഴുവനും കാണാതെ പഠിച്ചു പോയ മഹാനല്ലയോ ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു? മരിക്കാൻ കിടക്കുകയാണ്. ആ സമയത്താണ് ഒരു ശിഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുന്നു, അല്ലയോ ഇമാമുൽ ശാഫിഈ, ഉസ്താദേ എന്താണ് നിങ്ങളവസ്ഥ? ഉസ്താദിന്റെ മറുപടി, ഞാനതാ ഒരു ഖതമോദിയ മഹാനാണ്, ഞാൻ സ്വർഗത്തിലെന്നല്ല, ഞാൻ നബിയുടെ കുടുംബമാണ്, തങ്ങളാണ് സ്വർഗത്തിലെന്നല്ല, ഞാൻ വിജയിച്ച മഹാനാണ്, ഞാൻ തഹജ്ജുദ് ഒഴിവാക്കാത്ത മഹാനാണ്, ഞാൻ സ്വർഗത്തിലെന്നല്ല. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞ മറുപടി എന്താണ്? വലമ്മാ ഖഫാക
قلبي ولما قسى قلبي وضاقت مذاهبي جعلت رجائي نحو حقبك كلما. ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ വിജയിക്കുമോ, ഞാൻ സ്വർഗത്തിൽ പോകുമോ, ഞാൻ നരകത്തിലാണോ പോകുന്നത്, എനിക്ക് വല്ലാത്ത പേടിയാണ്. അല്ല എനിക്ക് റഹ്മത്ത് ചെയ്യുമോ, അള്ളാഹുവിന്റെ കാരുണ്യം തരുമോ, അല്ല കൃപ ചെയ്യുമോ, അല്ല കൃപ ചെയ്താൽ എന്റെ തെറ്റെല്ലാം പൊറുക്കുമല്ലോ എന്ന് ഒരു തെറ്റ് പോലും ചെയ്യാത്ത ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ് അല്ലാഹുവിന്റെ റഹ്മത്തിനെ കൊതിച്ച് പൊട്ടിക്കരഞ്ഞ് തിരിച്ചുകൊണ്ട് മരിച്ച മഹാനാണ് ഇമാമുന ശാഫി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മഹാനായ ഹഖ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ജയിപ്പിക്കുമാറാവട്ടെ.